ഞാൻ എന്തെങ്കിലും വരയ്ക്കാനൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ മോൻ വന്നിട്ട് പറയാറുണ്ട്, അമ്മ എനിക്കും കൂടി എന്തെങ്കിലും വരച്ചേ അമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഡ്രോയിങ് ബുക്ക് കൊടുത്തുകൊണ്ട് വരും. പലപ്പോഴും അമ്മ പിന്നെ വരച്ച് തരാം, ഇപ്പം സമയമില്ല പിന്നെ വരച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു പരാതിപ്പെട്ടിയായിട്ടാണ് വന്നത്, അമ്മ എനിക്ക് വരച്ച് തരുന്നില്ല, അല്ല എൻ്റെ ഡ്രോയിങ് ബുക്കിൽ ഒരു പടം പോലും വരച്ച് തരുന്നില്ല, എനിക്ക് ഫ്രണ്ട്സിനെ കാണിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സമയമില്ല എന്നുണ്ടെങ്കിലും അവൻ്റെ കുഞ്ഞൊരു സന്തോഷമല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ്. അവൻ തന്നെ ഫോൺ നോക്കി സെലക്ട് ചെയ്തിട്ട് കുഞ്ഞു പാണ്ടയാണ് വരയ്ക്കുന്നത്. ഒട്ടും ശരിയായിട്ടില്ല. എനിക്ക് ഈ ക്രയോൺ കൊണ്ട് വരയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും ഈ ക്രയോൺ എന്താണെന്ന് അറിയത്തില്ല, ഒരു ഫിനിഷിങ്ങും ഇല്ലായിരുന്നു വരച്ച് കഴിഞ്ഞിട്ടും. പക്ഷെ മോന് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൊള്ളാമോ കൊള്ളാമോ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. തിങ്കളാഴ്ച സ്കൂളിൽ ചെല്ലുമ്പോൾ ഫ്രണ്ട്സിനെ കാണിക്കാം, അവർക്കും ഇഷ്ടമാവും, അമ്മ വരച്ചതാണെന്ന് പറയാം, മാമിനെയും കാണിക്കാമെന്ന് പറഞ്ഞ് ആശാൻ ഭയങ്കര സന്തോഷത്തിലാണ് പോയി കിടന്നത്. ഞാൻ എന്ത് വരച്ചാലും അത് നല്ലതാ, കാണാൻ നല്ലതാ അമ്മ എന്ന് പറഞ്ഞിട്ട് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ മക്കളാണ്. ഞാൻ വരച്ചു കൊടുക്കുന്ന ഡ്രോയിങ്സൊക്കെ സ്കൂളിൽ കൊണ്ടുപോയി ഫ്രണ്ട്സിനെ കാണിക്കുകയും മാമിനെ കാണിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ അമ്മ നന്നായിട്ട് വരയ്ക്കും, അമ്മ വരച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും അവിടെ ഒരു ഫാൻസിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മക്കൾ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. അവരുടെ സന്തോഷത്തിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ കൂടുതലായിട്ട് പറ്റൊന്നുമില്ല. എന്തായാലും ഇന്നൊരെണ്ണം വരച്ചല്ലോ, അപ്പം നാളെ അമ്മയ്ക്ക് സമയം കിട്ടുമ്പോൾ വേറെ ഒരെണ്ണം കൂടി വരച്ച് തരണേന്ന് പറഞ്ഞിട്ടാണ് ആൾ പോയി കിടന്നിട്ടുള്ളത്. അപ്പം നാളെയും ഇനി എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കേണ്ടി വരും. എന്നാലും ഞാനും ഭയങ്കര സന്തോഷത്തിലാണ്. കുറച്ച് ദിവസമായിട്ട് പറയുന്നത്, ഇന്നിരുന്നിട്ട് ഇങ്ങനെയെങ്കിലും വരച്ചു കൊടുക്കാൻ പറ്റിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഫൈനൽ ലുക്ക് കണ്ടിട്ട് എനിക്കും ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.